ഹലോ ഗായ്സ്, ചിക്കൻ ഉണ്ടാക്കാനുള്ള കോല് റെഡിയാക്കാം. അപ്പം നമ്മളിന്ന് ഷവായി ഉണ്ടാക്കാൻ പോവാണ്. അപ്പം ദേ വിളിപ്പിച്ച് നമുക്ക് ഇപ്പം മുള വെട്ടി തന്ന് സെറ്റാക്കി. ഞാനും കുഞ്ഞും കൂടെ അത് കഴുകി സെറ്റാക്കിയുണ്ട്. അപ്പം നമ്മൾ ഈ കോല് വെച്ച് ചിക്കനെ ഇതിൻ്റെ നടുക്ക് വെച്ച് കറക്കും. ഉണക്കമുളകും ചൊറിക്കയും കുതിരാൻ ഇടാൻ പോവാണ്. വെള്ളം നമുക്ക് ചെറുക്ക് വയ്ക്കാം. നമുക്ക് കുതിരാൻ വെയിറ്റ് ചെയ്യാം. ചിക്കൻ മസാല തരുവോള. ഇനി ബിഗ് എക്സ്പെർട്ട് വാശിയാണ് എക്സ്പെർട്ടായ ജോ ചേട്ടൻ. അസിസ്റ്റന്റും ഉണ്ട് ഇവിടെ. ഹംസൻ കോയ നമ്മുടെ ഇത് കഴിക്കാൻ വേണ്ടി. അസിസ്റ്റന്റ് ശരിയല്ല, അസിസ്റ്റന്റിനെ പിരിച്ചുവിടാ അല്ലേ? മരിച്ചു പോയി, ശവപ്പെട്ടി എടുക്കാൻ മറന്നു പോയി. ഭാര്യ മീനാക്ഷി, കുട്ടികൾ രണ്ടും തവളാച്ചി. ഒരു തവളാച്ചി ഇത്, അടുത്ത തവളാച്ചി ഇത്. അപ്പൊ ഗൈസ്, നമുക്ക് ചിക്കനുള്ള മസാല തയ്യാറാക്കാം. അപ്പൊ നമുക്ക് ഉണക്കമുളക് കുതിരാനിട്ടില്ലേ നേരത്തെ, അപ്പൊ നമുക്ക് അത് മിക്സ് ചെയ്യണം. മല്ലിയില, ജിഞ്ചറും വെളുത്തുള്ളിയും ഉള്ളിയും മസാലയായിട്ട് നമുക്ക് ആദ്യമായിട്ട് മുളക് പൊടി 1 സ്പൂൺ ഇടാം. മഞ്ഞൾപ്പൊടി നമുക്ക് 1/2 സ്പൂൺ ഇടാം. നമുക്ക് മല്ലിപ്പൊടി 1 സ്പൂൺ ഇടാം. കുരുമുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതെല്ലാം അരച്ചെടുക്കാം. അപ്പൊ നമുക്ക് അവള് നേരത്തെ ഇട്ട സാധനങ്ങളെല്ലാം അരയ്ക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ജോച്ചാട്ടൻ്റെ മാസ്റ്റർ ഈസ് കട്ടിങ് ദ കോഴി. വരഞ്ഞു കൊടുക്കാൻ എവിടെയൊക്കെയോ വരയണ്ടി. മാസ്റ്റർ അല്ലേ, മാസ്റ്റർ പിന്നെ അളവെടുക്കാതെ കട്ട് ചെയ്യോ? അപ്പോൾ ഗൈസ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. നമ്മള് മസാലയിൽ ഉപ്പിടാൻ പറഞ്ഞായി, ഉപ്പിടാം. നമുക്കിപ്പോ കോഴീനെ മസാലയിൽ പൊളിപ്പിക്കാം. വരഞ്ഞ കോഴിയുടെ വരഞ്ഞ സ്ഥലത്ത് മസാല വയ്ക്കുമ്പോൾ കിട്ടുന്ന സുഖം. അസിസ്റ്റന്റ് മാറും, ജോ ഇൻചാർജ് എടുത്തു. ഒരു കോഴീനെ മസാല ചെയ്യുമ്പോ എത്ര പേരാ. അപ്പൊ ഗൈസ്, നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഷവായി ചിക്കൻ ഉണ്ടാക്കാനുള്ള സ്ഥലം ശരിയാക്കാം. പാവം കിസ്മൻ ചേട്ടൻ പണിയെടുക്ക, ബാക്കിയുള്ള എല്ലാവരും വെറുതെ നിൽക്കണം. ഇവിടെ നമ്മള് ഒരു കുഴി കുത്തും. അപ്പൊ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യണേ. കനല് എന്തോരം ഹൈറ്റ് വരും? നല്ല ചൂട്, ഭയങ്കര ഹെവി ആയിക്കോളെ. ഓവർ ഡെഡിക്കേഷനുള്ള അജയ് ചേട്ടൻ. രണ്ട് യൂണിയൻകാരുണ്ട് നോക്കൂ കൂലിക്ക് വേണ്ടിട്ട്. എന്താണ് ആ ചേട്ടൻ എന്ത് കാണാനൊരു താറാവ് ഫുഡിന്റെ
അജ്മന്റെ കുഴി പോരാന്ന് കൃഷ്ണൻ പറയണം. അത് വീണ്ടും കുത്തറ പോട്ടാ വരാ വരാ കൈ വെച്ചാണ് ചിരട്ട നിന്ന് മാറാൻ പറ്റുന്ന സാധനം നോക്കി പണ്ടോട്ട് ഗായ്സ് പ്ലെയർ അപ്പൊ ഞങ്ങള് കുഴി കുത്തി കോല് അതിൻ്റെ ഉള്ളിൽ വെച്ച് മൂടിയിട്ട് ഇപ്പൊ കോല് രണ്ടും കെട്ടിവെക്കൊണ്ടിരിക്കാം. നീ കറക്കില്ലേ? ചൂടടിച്ചാലും കറക്കണേ. നമുക്ക് മോനിട്ടർ ഇതിൽ വെച്ചിട്ട് കറക്കിയാലോ? നിന്നെ കെട്ടിട്ടിട്ട് നിന്നിട്ട് കറക്കാം. യൂട്യൂബർ പ്രിൻസൻ തേക്കമൂട്ടിൽ പ്രിൻസൻ പ്രിൻസന്റെ കളികളാണ് അടുത്തതായിട്ട് ആരംഭിക്കുന്നത്. വെറുതെ നിന്നപ്പോ ഞാൻ ജോച്ചേട്ടനെ മെക്കിട്ട് കയറി. അത് കിട്ടിയില്ല റെക്കോർഡിന്. തലയില് മുണ്ട് കെട്ടി കൊടുക്കും. അതിങ്ങനെ കത്തിക്കണ്ട ഇങ്ങനെ ക്ലിയറാണ്. മുണ്ട കല്ല് എടുത്തിട്ടോ പേപ്പർ കീറിയിട്ട് ഇതായി കൃഷ്ണൻ ചേട്ടൻ തീ കത്തിക്കാണ്. പേടുത്തോണ്ടാ അപ്പൊ ഗൈസ് ചിരട്ട കത്തിപ്പിടിച്ച ഭയങ്കര കൂടുതലാ. കണ്ടാ കോഴിന്റെ തടി ഇവിടം വരെ തീ കത്തിക്ക്. എന്താ പെട്രോൾ എടുത്തുകൊണ്ട് വന്നു. നീ നോട്ടാ എന്തേലും കൂടെ സംഭവിക്കും. പെട്രോളാന്ന് വിചാരിച്ച ഒരു സാധനം ഞങ്ങൾ ഒഴിച്ചു, പക്ഷെ അത് ചീറ്റിപ്പോയി. അപ്പൊ ദേ ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് കോല് തട്ടിപ്പറിച്ചോണ്ട് പോയി. പിന്നെ അത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ കോഴീനെ കേട്ടു. കോഴിന്റെ ഫ്രണ്ടിലും ബാക്കിലും കമ്പി വെച്ചിട്ട് കത്തോ തിരിക്കാൻ പോണ ചിക്കൻ്റെ മണം കേട്ടോ ചേട്ടൻ ഇവിടെ എത്തിയല്ലേ. അപ്പൊ ഗൈസ് ഒരു പണി കിട്ടി. ഞങ്ങൾ ചിക്കനില് കമ്പി കെട്ടാൻ മറന്നുപോയതുകൊണ്ട് ചിക്കൻ കറങ്ങല്ല. കോഴി കോഴി കറങ്ങല്ല, അതുകൊണ്ട് കമ്പി ചേട്ടാ. ഗൈസ് കുഞ്ഞു ചത്തോല കിടക്കാം. ഗൈസ് അയ്യോ കാറ്റടിച്ചിട്ടൊന്നുമില്ല. കുഞ്ഞു കരയുന്ന കുഞ്ഞുണ്ടേ. കനര റെഡിയാവാമോ? കോഴിയുടെ ഒരു പീസും ഇല്ല. പടം മാത്രമായിട്ട് കെട്ടി ചെസ്റ്റ് പെട്ടെന്ന് എത്ര നേരം മുറുക്കാൻ ഞങ്ങൾക്ക് അറിയാം. കണ്ടാ മതി എന്നോ പറഞ്ഞാ കോഴി വീട്ടില്ലേ തീ പിടിപ്പിക്കുന്ന ഒരാള് തീ കെട്ടോടെ വെന്ത പോലെ ഇരിക്കണ്ടോ? എനിക്ക് കഴിക്കാൻ പേടിയാ. എന്താ ചൂട്? വേറെന്താ?
എടാ നുള്ളി 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 ചിക്കൻ ഫുള്ള് നുള്ള ഔട്ടാ. നമ്മൾ ചിക്കനുള്ള മയോണൈസ് ഉണ്ടാക്കാൻ പോവാണ്. ഇവിടെ 5 പുഴുങ്ങിയ മുട്ടയാണത്. ഇനി നമുക്ക് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ റെഡിയായി. നമ്മൾ കഴിക്കാൻ പോവാണ്. ഒരു വലിയ പീസ് ആര് ചൂടടാ അണ്ണാക്കിലൊട്ടി പിടിച്ചിട്ടേ തൊണ്ട പൊള്ളിയാ മുന്നിട്ടടിച്ചു മാറ്റിയേ. അപ്പം അതേ ചിക്കൻ നമ്മളൊരു വാഴയിലയിൽ വെച്ചിട്ടുണ്ട്. ഇതേ ക്രിസ്മൻ ചേട്ടൻ അതുകൊണ്ട് പറിച്ചെടുക്കാണ്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ കുഞ്ഞടിച്ച് വെച്ച മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ അടാലോ ഒന്ന് ടേസ്റ്റ് ചെയ്യടാ. അപ്പോൾ ഇതേ ചിക്കൻ ചടവട തീർന്നു. ഇതേ ജോ ചേട്ടനും ചിക്കന് വേണ്ടി പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞിനൊന്നും മിണ്ടാൻ പറ്റുള്ള. അതെ കുഞ്ഞിനെ അറിയാം മിണ്ടാൻ സമയം കൊടുക്കാൻ പറ്റില്ല. കുഞ്ഞു കൊടുക്കതറിയാ $5,000 പേർക്ക് ഉണ്ടായ കോഴി ഇതായി. അപ്പൊ നമ്മുടെ ചിക്കൻ എങ്ങനെയുണ്ട്? അതിനേക്കാളും